ഈ ചൂടിന് എത്ര പെട്ടെന്നാണല്ലേ പഴം കറുത്തു തുടങ്ങുന്നത്. ഇതുപോലെ നല്ലവണ്ണം പഴുത്തു കറുത്ത പഴം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവലും പഴമൊക്കെ ചേർത്ത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്ന പലഹാരമാണ്. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവ് അവലും ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പഴത്തിൻ്റെ പഴുപ്പ് എത്ര കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ പഴം ദാ ഇതുപോലെ അത്യാവശ്യം കനത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന കശുവണ്ടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മൾക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, രണ്ടും കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദാ കിസ്മിസ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരുന്നത് വരെയാണ് സോട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് രണ്ടും ഞാനിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. പഴം ഇതുപോലെ ഒരു അത്യാവശ്യം കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, എങ്കിൽ മാത്രമേ നമുക്ക് കഴിക്കുമ്പോൾ അത് കടിക്കാൻ വേണ്ടി കിട്ടുള്ളൂ. ഇത് ഒരുപാട് അങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല, ആ ഒരു നെയ്യിൽ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതേ ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നാൽ മാത്രം മതി. ഇതിന് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് 1/4 കപ്പ് അളവ് തേങ്ങ ചിരകിയതാണ്. നമ്മൾക്ക് എക്സ്ട്രാ ആയിട്ട് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു തേങ്ങ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ആ ഒരു തേങ്ങയുടെ വെള്ളപ്പറ്റൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുത്താൽ മതി. ഒരു നല്ല മണം വരും, ആ ഒരു സമയം വരെ മാത്രം ഇതൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇതും ഞാനിവിടെ പാനിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അവിലാണ്. ഞാനിവിടെ 1/4 കപ്പ് അളവ് അവിലാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം തിന്നായിട്ടുള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് അവിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ വെള്ള അവിലോ ബ്രൗൺ അവിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് തൊടുമ്പം പൊട്ടുന്ന രീതിക്ക് മാത്രം ആയി കിട്ടിയാൽ മതി. ഇതും ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ശർക്കര പാനിയാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അളവ് ശർക്കര പൊടിച്ചതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് അളവ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് ഇതുമായിട്ട് യോജിച്ച് വന്നാൽ മാത്രം മതി. നന്നായിട്ട് ഇതുപോലെ പതഞ്ഞ് വരുന്നത് വരെയാണ് ശർക്കര പാനിയാക്കി എടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും ശർക്കരയും നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അവിലും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അവൽ നമ്മൾ വറുത്തെടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഒട്ടും തന്നെ പോവുമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു അവലും തേങ്ങയും ശർക്കരയും ഒന്ന് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പഴം കൂടെ ചേർത്ത് കൊടുക്കാം. പഴവും അവലും തേങ്ങയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് ശരിക്കും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരമാണ്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. വൈകുന്നേരം ചായക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പഴവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ചെടുത്തിരുന്ന ആ ഒരു കശുവണ്ടിയും കിസ്മിസും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു നല്ല ഫ്ലേവറിനായിട്ട് ഏറ്റവും അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിലേക്ക് ചുക്കിൻ്റെ പൊടിയും ജീരകത്തിൻ്റെ പൊടിയും ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഏലക്കപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അവലും നേന്ത്രപ്പഴമൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയെടുത്തിരിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡും അവലും പഴമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ 4 മീഡിയം സൈസുള്ള പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിനായിട്ട് നിങ്ങൾക്ക് നല്ല പഴുത്ത കറുത്ത പഴം ഉപയോഗിക്കാവുന്നതാണ്. അത് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 150 ഗ്രാം ശർക്കര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. കപ്പ് അളവ് പറയുകയാണെങ്കിൽ 1 കപ്പ് ശർക്കര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അളവ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ശർക്കര പാനിയാക്കിയെടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് ഒന്ന് ചെറുതായിട്ട് പതഞ്ഞ് വന്നാൽ മാത്രം മതി. ഈ ഒരു പാകാവുന്നത് വരെയാണ് നമ്മൾ ശർക്കര പാനി റെഡിയാക്കി എടുക്കേണ്ടത്. നൂൽപ്പരുവൊന്നുമില്ല. ഇനി ഈ ഒരു ശർക്കര പാനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർക്കാൻ വേണ്ടി പോകുന്നത് 1 കപ്പ് അളവ് തേങ്ങ ചിരകിയതാണ്. ആദ്യം നമ്മൾ ഈ ഒരു തേങ്ങയും ശർക്കരയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം.
2 മുതൽ 3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകമാകുന്നത് വരെയാണ് നമ്മളിതൊന്ന് വിളയിച്ചെടുക്കേണ്ടത്. ആ ഒരു തേങ്ങയും ശർക്കരയും നന്നായിട്ട് യോജിച്ച് വരണം. ഇതുപോലെ യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. നമ്മൾ പഴം ആദ്യം തന്നെ നെയ്യിൽ മൂപ്പിച്ചെടുക്കുന്നൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ശർക്കരയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പഴം ഈ ഒരു ശർക്കരയിൽ കിടന്നിട്ട് ഒന്ന് ചെറുതായിട്ട് വെന്ത് വരണം. ആ ഒരു സമയം വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. നല്ല പഴുത്ത കറുത്ത പഴമൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത് വെന്ത് നന്നായിട്ട് യോജിച്ച് വരും. അപ്പോൾ ഇതിനായിട്ട് നല്ല പഴുത്ത പഴം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഇനിയിപ്പോൾ ആ ഒരു പഴം നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരുന്നത് വരെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ നോക്കൂ, നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് തവി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ഞാനിവിടെ ഉടച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് നല്ല കറുത്ത പഴം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുക്കിംഗ് ടൈം നന്നായിട്ട് കുറഞ്ഞു വരും. അപ്പോൾ അതാ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടി ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് അവലാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവ് അവിൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇതുപോലെ റോസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അവൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ മീഡിയം തിക്കായിട്ടുള്ള അവിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ള അവിലോ ബ്രൗൺ അവിലോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. റോസ്റ്റ് ചെയ്ത് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിപ്പം പഴവും അവിലും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് അളവ് ബദാം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇനിയിപ്പോൾ ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ നിലക്കടല പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പം ആ ഒരു ബദാം പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളപ്പറ്റി ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് വരുന്നത് വരെ നമ്മളിതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകാവുന്നത് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 4 ബ്രെഡ് സ്ലൈസസ് ആണ്. അത് ഞാൻ ഇതുപോലെ മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു അവിലിൻ്റെ മിക്സ് നല്ലപോലെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇതുപോലെ ചൂടാറി വന്നതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് മാറ്റിയെടുക്കാം. ഇത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കയ്യിലൊന്നും ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. ഇനി അഥവാ കയ്യിൽ ഒരുപാട് പറ്റിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊന്ന് തടവിയാൽ മതി. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് എല്ലാം തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ബ്രെഡ് ക്രംസിൽ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്നുകിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു പുറമെ ഒരല്പം ക്രിസ്പി ആയിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഈ ഒരു സ്റ്റേജിൽ തന്നെ കഴിക്കാൻ വേണ്ടി പറ്റും. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു പുറമെ ഒരല്പം ക്രിസ്പി ആയിട്ട് വരും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ഉരുളകളും ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിക്ക് നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ഫ്രൈ ചെയ്തെടുത്താലും മതിയാകും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുകയാണ് വേണ്ടത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തോളൂ. ഇത് ഒരുപാട് അങ്ങനെ വേവാനൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നതാണ്. ആ ഒരു പുറമെ ഒരല്പം ക്രിസ്പി ആയിട്ട് വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്നും കൂടെ ഞാനിവിടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബാക്കി വന്ന ബ്രെഡ് ക്രംസ് കളയേണ്ട ആവശ്യമില്ല. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും.
അവലും പഴവും ബ്രെഡൊക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്ന് അവലും പഴമൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന 2 പലഹാരത്തിൻ്റെ റെസിപ്പീസാണ് കാണിച്ചു തന്നിരിക്കുന്നത്. രണ്ടും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ പഴം കറുത്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന പലഹാരമാണ് ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫീഡ്ബാക്സ് ഒക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.